കേരളത്തിന്റെ ബി.ജെ.പിയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പണ്ട് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം ആദ്യം ഒന്ന് പറയാം. അതായത് ഇവിടെ പെട്രോളിന് ലിറ്ററിന് വില 50 രൂപയാക്കും എന്നാണ് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. പിന്നീട് കാലം മാറി, ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറഞ്ഞു പോയി. 50 രൂപയ്ക്ക് ഇവിടെ പെട്രോളും ഡീസലും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. മാത്രമല്ല, ഈ ഒരു ഇന്ധന വില 100-ന് മുകളിൽ എത്തിക്കാനുള്ള മത്സരമാണ് ഇത്രയും നാൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി കാര്യങ്ങൾ മാറി മറിയുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ധന വില കുറയ്ക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് 10 രൂപ വരെ പെട്രോൾ ഡീസൽ വിലയിൽ കുറവ് വരുത്തും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല, ഈ തീരുമാനം കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ അനുമതിക്കായി കാത്തു നിൽക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിലെ അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞിട്ടും ഇന്ധന വില കുറയ്ക്കാൻ നേരത്തെ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പൊതു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ഡീസലിനും പെട്രോളിനും ഒക്കെ തന്നെ 10 രൂപ കുറയ്ക്കും എന്നാണ് ഇപ്പോൾ വരുന്ന നീക്കം. പ്രത്യേകിച്ച് 3 മാസമായി ക്രൂഡ് ഓയിൽ ബാരൽ ഒന്നിന് വില 70 മുതൽ $80. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞത് എണ്ണ കമ്പനികളുടെ നഷ്ടം കുറയ്ക്കാനും ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മെയിലാണ് ഇതിനു മുമ്പ് പെട്രോൾ ഡീസൽ വിലയിൽ കുറവ് വരുത്തിയത്. അന്ന് പെട്രോളിന്റെ എക്സൈസ് നികുതിയിൽ 8 രൂപയും ഡീസൽ നികുതിയിൽ 6 രൂപയുമാണ് കുറച്ചത്. വില കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയവും ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ എന്നിവരുടെ ഓഹരിയിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാര്യം വ്യക്തമാണ്. ഇവിടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞ സമയത്ത് പോലും ഇവിടെ അത് കുറയ്ക്കാൻ കഴിയില്ലെന്നും ഈ കുറയുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ കൂടുന്നത് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച വി മുരളീധരനെ നമുക്ക് ഓർക്കാവുന്നതാണ്. ഈ സമയത്ത് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തായാലും ഇനി വരാൻ പോകുന്ന നാളുകളിൽ ബി.ജെ.പിയുടെ പുതിയ തന്ത്രമാണ് ഇന്ധന വില കുറച്ചു എന്ന് പറയാൻ പോകുന്ന കാര്യം. പക്ഷേ ജനങ്ങൾക്ക് ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി, അല്ലെങ്കിൽ ഇന്ധനവില ഇപ്പോൾ കുറയ്ക്കാൻ എടുക്കുന്ന തീരുമാനത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പുകളെല്ലാം വരാൻ പോവുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ബി.ജെ.പിയുടെ സ്ഥാനം ഒരുപാട് ദൂരെയായി കഴിഞ്ഞിട്ടുണ്ട്. അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ള ഒരു മണ്ടത്തരം വീണ്ടും ജനങ്ങൾ കാണിക്കും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് തേടാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ധനവില കുറച്ചു എന്ന് പറഞ്ഞ് വോട്ട് തേടാൻ വേണ്ടി ബി.ജെ.പി ഇറങ്ങാൻ പോകുന്നത്. മാത്രവുമല്ല, ഇവിടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച ഒരു അവസ്ഥ കൂടി ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഭീഷണികളെല്ലാം മറികടക്കാനായി ഏറ്റവും ഒടുവിൽ പെട്രോൾ വില ഞങ്ങൾ കുറച്ചു, ഇനി ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയാനുള്ള നീക്കമാണ് ബി.ജെ.പി സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഇത്തവണ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. പെട്രോൾ വിലയോ ഡീസൽ വിലയോ പാചകവാത വിലയോ എന്ത് വില കുറച്ചാലും കൃത്യമായി അവർ അവരുടെ മനസാക്ഷി ഓർത്ത് തന്നെയായിരിക്കും ഇത്തവണ വോട്ട് ചെയ്യുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിന്റെ മുൻപായിട്ടുള്ള ഒരു ഗിമിക്ക് മാത്രമാണ് ഈ പെട്രോൾ ഡീസൽ വിലയുടെ കുറവ് എന്ന് വേണം കരുതാൻ. എന്തായാലും നമ്മുടെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ പെട്രോളിന്റെ വില 50 ആക്കിയില്ലെങ്കിലും ഒരു 10 രൂപ കുറയ്ക്കാൻ വിചാരിച്ചിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞ സമയത്ത് ഒരിക്കലും കുറയ്ക്കില്ല എന്ന് പറഞ്ഞ സർക്കാരാണ് ഇലക്ഷൻ വരുമ്പോൾ വില കുറയ്ക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.